അല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു, ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. പോകണമെന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ആവശ്യം, റിക്വസ്റ്റ് വന്നിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇന്ത്യയിലില്ല. അതേസമയം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്. അത് രാജ്യത്തിനുള്ളിലാണ്. ഇതേക്കുറിച്ച് ഇതുവരെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടില്ല. രണ്ടാമത് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ സജീവമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളോടും സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കണം സുതാര്യമായിട്ട്. അല്ലാഞ്ഞിട്ട് കൂടി പാകിസ്ഥാനിൽ പാർലമെൻറ്റ് സമ്മേളനം നടന്നു. അപ്പോൾ ഇന്ത്യയിലൊരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യയെ വിദേശത്ത് പ്രതിദാനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗവാക്കാകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലതാണ്. കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായി അവരുടെ പ്രതിനിധികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് കൈമാറിയെന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ പട്ടികയിൽ ശശി തരൂർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നതിൽ ഒരു ന്യായമില്ലായ്മയുണ്ട്. പക്ഷേ പാർലമെൻ്ററി കാരി കിരൺ റിജിജു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചത്. കോൺഗ്രസ് പാർട്ടി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മൾ രാഷ്ട്രീയ കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെയൊക്കെയാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ അയക്കണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നതിൽ തയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുന്നതിൽ കഴമ്പുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ശശി തരൂരിൻ്റെ യോഗ്യതയെക്കുറിച്ച് എനിക്ക് ഒരു സംശയമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദൗത്യങ്ങളുടെ ഭാഗമാകുന്നത് അഭികാമ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയും. ആ ഒരു രാഷ്ട്രീയ പോരായ്മ അതിനകത്തുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിക്കുന്നു. ആ രൂപീകരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളോടാണ് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യാറുള്ളത്. നിങ്ങളുടെ പ്രതിനിധികളെ വിട്ടുതരണം, ഒരാൾ രണ്ടാൾ എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിന് അതിൻ്റേതായ സ്കില്ല് വേണം, അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പെർട്ടൈസ് വേണമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അക്കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെടുത്ത് കൺവേ ചെയ്യായിരുന്നു. ഇന്ന ആൾക്കാർ വരുന്നത് ഞങ്ങൾക്ക് ഗുണകരമായിരിക്കും, അല്ലെങ്കിൽ ഈ ദൗത്യത്തെ പരിപോഷിപ്പിക്കാൻ സഹായകരമായിരിക്കുമെന്ന് പറയാമായിരുന്നു. ശശി തരൂരിനെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മനീഷ് തിവാരി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കണിമൊഴിയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ബന്ധപ്പെട്ട പാർട്ടികളോട് കേന്ദ്ര സർക്കാർ തന്നെ പറയാമായിരുന്നു. പക്ഷേ ആൾക്കാരുടെ പേര് പുറത്ത് വന്ന ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് എന്നുള്ള ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട്.